അതെല്ലാവരും അവനവൻ്റെ ഭക്ഷണമാണ് ഒത്തൻറ്റിക് എന്ന് വാദം പറയും. തിരുവനന്തപുരത്തെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഐറ്റംസ് കൂടുതലായിരിക്കും. ഒരു അളവിൽ ഇങ്ങനെ ഇലയിൽ 3 ലെയറായിട്ട് കുറേ കളറുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധം. ടേസ്റ്റിനെക്കുറിച്ച് ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോതേഡ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി. കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടാലല്ല ഇഷ്ടപ്പെട്ടു. വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വരുന്നില്ല. അവിടെ ലിമിറ്റഡാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളതിനൊരു നല്ല നിഷ്കർഷം കൊടുക്കും. കൂട്ടുകറി ആയാലും പ്രഥമനായാലും പഴപ്രഥമനായാലും പരിപ്പായാലും. പിന്നെ ഓലൻ മാത്രം നമുക്ക് സഹിക്കില്ല. അത് പണ്ട് കുമ്പളങ്ങ മാത്രം വേവിച്ചിട്ടിട്ട് ഇങ്ങനെ വെള്ളം പോലൊരു സാധനം. അത് കുറച്ചുകൂടി നല്ലത് നമ്മുടെ മധ്യ കേരളത്തിൽ തന്നെയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു സാധനം തന്നെ. എന്നാലും സദ്യ എന്ന് പറയുമ്പോൾ പൊതുവെ തിരുവനന്തപുരം സദ്യ തന്നെ ഇല്ലേ നല്ലത്? അങ്ങനെ അവകാശപ്പെടാം, പക്ഷെ അത് ശരിയാന്ന് പറയാൻ പറ്റില്ല. വിളമ്പിന് തിരുവനന്തപുരത്ത് നല്ല പ്രാധാന്യം. തിരുവനന്തപുരത്ത് പായസം വിളമ്പുന്നതിന് മുമ്പ് പുളിശ്ശേരി വിളമ്പിയാൽ പിന്നെ ആൾക്കാർ എണീറ്റ് പോകും. വടക്കൻ മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലോ അങ്ങനെ സംഭവം വരുന്നില്ല. വടക്കൻ കേരളത്തിൽ കുറുക്കുകാളിനാണ് ഇലയുടെ അരിയിലെ വിളമ്പിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് എടുത്ത് കൂട്ടി ഇങ്ങനെ ചമ്മന്തിക്കാളിനല്ല എടുത്ത് കൂട്ടി കഴിച്ചിട്ട് പോകുന്നുള്ളൂ. സാമ്പാറിനാണല്ലോ പ്രാധാന്യം കൂടുതലുള്ളത് വടക്കൻ കേരളത്തിൽ. പറഞ്ഞേക്കാറുണ്ട് ഈ കഴിക്കുന്നതിനൊരു ശാസ്ത്രീയതയുണ്ട്. അതായത് ഇന്ന സാധനം കഴിഞ്ഞിട്ട് ഇന്നത് കഴിക്കണം. അപ്പോൾ ഈ തിരുവനന്തപുരത്തുകാരുടെ ഒരു ആർഗ്യുമെന്റ് തന്നെ അതാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് മറ്റേത് കഴിച്ചാൽ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അറിയാം, ശരിക്കും ഒരു വെജിറ്റേറിയൻ സദ്യ എന്ന് പറയുന്ന ഷഡ്രസങ്ങൾ ഒന്നിനോടൊന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. 6 രസങ്ങളാണ് അതിൻ്റെ അത് പ്രധാനമായിട്ടുള്ള. എരിവ്, പുളി, ഉപ്പ്, കയ്പ്പ്, ചവർപ്പ്, മധുരം, ഇങ്ങനെ 6 രസങ്ങളാണ് അവിടെ. ഈ 6 രസങ്ങളും നമ്മൾ ഈ വയ്ക്കുന്ന വിഭവങ്ങളിൽ ഇപ്പോൾ ഈ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ കൂടി 10 ഐറ്റങ്ങളുണ്ടെങ്കിലും അതിൻ്റെ അകത്തും ഈ 6 വിഭവങ്ങളുണ്ടാവും. തിരുവനന്തപുരത്ത് 36 ഐറ്റം വെച്ചാലും ഈ 6 രസങ്ങൾ അതിൻ്റെ പല വേർഷൻസും ഉണ്ടാകുന്നുള്ളതല്ലാണ്ട് ശരിക്കും ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ അത് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഈ 6 രസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് എല്ലാം കൂടി അത് കഴിച്ചാൽ മാത്രമേ ഡൈജഷൻ ശരിയാകുന്നുള്ളത് ശരിയല്ല. പിന്നെ ചില കാര്യങ്ങൾ പറയാം. ചില കാര്യങ്ങൾ സത്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇപ്പോൾ പരിപ്പ് കടിക്കുന്നതിന് പരിപ്പ് നെയ്യെന്നാണ് പറയുക. പരിപ്പ് നെയ്യും പരിപ്പിൻ്റെ അകത്ത് ഗ്യാസ് ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി നല്ലവരുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യുന്ന നെയ്യാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തൊരു പരിപ്പ് മേടിച്ചിട്ട് യാതൊരു കാര്യമില്ല. പരിപ്പ് വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ പുളിയിഞ്ചി, ഇവിടുത്തെ പുളിയിഞ്ചിക്കകത്ത് ശർക്കര കുറവാണ്, പുളി കൂടുതലാണ്. ശരിക്കും പുളിയിഞ്ചിയുടെ എന്താണ് 2 ഇതാണ് ധർമ്മമാണ് കൊടുക്കുന്നത്. ഒന്ന് നമുക്ക് ഡൈജസ്റ്റീവ് ഫാക്ടർ, 2 നമ്മുടെ നാവിൻ്റെ രസമുകളങ്ങളെ ശരിക്കും ഉത്തേജിപ്പിക്കാമെന്നല്ല. അതിന് ശർക്കര നെസസറിയാണ്. കാരണം ശർക്കര അയൺ ഫാക്ടർ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കത് ഈ സ്വാദ് കൂടുതൽ ടേസ്റ്റ്. പുളിയിഞ്ചി നാവിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെ. ശർക്കര ഇല്ലാത്ത പുളിയിഞ്ചി നാവിൽ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സംഭവം കിട്ടില്ല. അപ്പോൾ തിരുവനന്തപുരം ആ ഒരു കാര്യം തിരുവനന്തപുരത്തിൻ്റെ ഫ്ലോപ്പാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നെയ്യ് പരിപ്പിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം കറക്റ്റാണ്. തിരുവനന്തപുരം സദ്യയിൽ നമ്മളിവിടെ പുളിശ്ശേരി പായസം വിളമ്പിയതിന് ശേഷമാണല്ലോ പുളിശ്ശേരി. അതെന്തുകൊണ്ടായിരിക്കാം? അത് പായസം കഴിക്കുന്നത്, പായസത്തിൻ്റെ ഞാൻ പറയും ഇതിൻ്റെ അകത്ത് ശർക്കര കൂടുതലുള്ള കാരണം, അതിൻ്റെ അകത്ത് അയൺ ഫാക്ടർ കൂടുതലുള്ള കാരണം നമുക്ക് പെട്ടെന്ന് ലേസിനെസ് വരും. എന്ന് വെച്ചാൽ തലയ്ക്കൊരു മന്ദത പോലെ വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനകത്ത് ഈ ഇതിൻ്റെ അകത്ത് പുളിശ്ശേരിക്കകത്ത് ലാക്റ്റിക് ആസിഡും സിട്രിക് ആസിഡുണ്ട്. അതിൻ്റെ അകത്ത് കടുക് വരുന്നുണ്ട്. കടുക് എണ്ണയിൽ വറുത്തിട്ട കടുക് വരുമ്പോഴത്തേക്കും സിട്രിക് ആസിഡ് വരുന്നതാണ്. അപ്പോൾ ഈ മന്ദതയെ ശരിക്കും കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പുളിശ്ശേരി പായസത്തിന് ശേഷം പുളിശ്ശേരി വിളമ്പാടുന്നതാണ്. അതും ശരിയാണ്. തിരുവനന്തപുരത്താണല്ലോ ഈ 4-5 പായസമൊക്കെ ഉള്ളത്. ബാക്കി എല്ലായിടത്തും ഇത്രയും 1-2 ആണ്. 2 പായസങ്ങളൊക്കെ ഇത്രയും പായസം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുമ്പോൾ പുളിശ്ശേരി കൊടുക്കുക. ശരിക്കും ഈ അച്ചാറുകൾ 3 അച്ചാറല്ലേ ട്രഡീഷണലി ഉള്ളത്. നമുക്ക് ഇപ്പോൾ പക്ഷേ 4-5 ഒക്കെ വരാറുണ്ട്. ഇഷ്ടമല്ല. ഉപ്പിലിട്ട് പണ്ട് ഞങ്ങൾ അച്ചാറിന് ഉപ്പിലിട്ടെന്ന് പറയാം. അതൊരൈറ്റേ പതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് മാങ്ങയായി നാരങ്ങ അല്ലല്ല ഉപ്പിലിട്ടതിൻ്റെ അകത്ത് അത് വരുന്നില്ല, പുളിയിഞ്ചി വരുന്നില്ല. മാങ്ങ നാരങ്ങ ആണ് പ്രധാനമായിട്ടും. നാരങ്ങ വെള്ളം വരും, ചുമലം വരും. മാങ്ങ കണ്ണിമാങ്ങ വരും, മറ്റേ ചെത്തുമാങ്ങ വരും. കട്ട് മാങ്കസ് 2 വരും. വെള്ളനാരങ്ങ സദ്യയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പൊതുവെ ഈ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ വെളുത്തുള്ളി ചേരുന്നതാണ് നമുക്ക് അതിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ അത്ര ഇഷ്ടമല്ല അത്. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ്. അപ്പോൾ ഈ ഇപ്പോഴും നടക്കുന്ന കലാമേള മാതിരിയുള്ള ഇവന്റിലെ നോൺ വെജ് വിഭവങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ടീമുണ്ട്. അവർക്ക് സെപ്പറേറ്റ് പാത്രങ്ങളുണ്ട്. അതിന് സെപ്പറേറ്റ് ഓരോരോ കിച്ചണിൽ സെപ്പറേറ്റ് മാനേജർമാരുണ്ട്. ഞാൻ അവരുമായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മതി. രുചിച്ച് നോക്കാറൊന്നുമില്ല, അവർ ചെയ്യേണ്ടതല്ലേ, അവർ ചെയ്തിട്ടില്ല. സ്വയം ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? അതൊന്നുമില്ല, തൈരും ഉപ്പും കടുവാങ്ങ മാത്രമേ ഉള്ളൂ. ഒത്തിരി രസം കൊണ്ടുള്ള സന്തോഷമായി. വേറൊന്നും
മറ്റേതിനോടൊന്നും ഒരു ഉണ്ടാക്കാം എന്നുള്ളതല്ലാണ്ട് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഒരു ഭക്ഷണത്തോടും പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല ഇല്ല ഇല്ല. അത് ഈ നേരത്തെ നമ്മൾ ഇൻഫോർമലി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കാൻ തോന്നാറില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഡീഹൈഡ്രേഷൻ പൊതുവെ എല്ലാവർക്കും വരും. ചൂട് കൂടുന്തോറും ഇപ്പോഴത്തെ ഈ ഗ്യാസ് സ്റ്റൗകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രശ്നം വന്നത്. അരിയുടെ മറ്റ് വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഹീറ്റ് ഞാൻ പറയും ചുറ്റും ഒരുപോലെ സ്പ്രെഡായി വരും. നമ്മുടെ ശരീരം അത്ര ചൂട് പിടിക്കരുത്. ചൂട് പിടിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് വിയർക്കുന്നുള്ളതിനപ്പുറം മറ്റ് പ്രശ്നങ്ങളില്ല. ഗ്യാസ് സ്റ്റവ് വന്നതോടുകൂടി ഈ ഗ്യാസ് ഫ്ലെയിം പുറത്തേക്ക് പാത്രത്തിൻ്റെ അടിയിൽ തട്ടിയിട്ട് പുറത്തേക്ക് തള്ളുന്ന ഫ്ലെയിം നമ്മുടെ അബ്ഡോമനിലാണ് അടിക്കണത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഹെർണിയുടെയൊക്കെ ഓപ്പറേഷനാണ്. ഈ സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു പ്രശ്നം വരും. ഈ അബ്ഡോമിന് നേരിട്ട് ചൂടടിക്കണം. നമുക്ക് ഡയറക്റ്റ് അടിക്കുക. അപ്പോൾ പാത്രം അതിൻ്റെ ഉള്ളിൽ സാധനം വേവെന്ന് പറയുന്നത് നമ്മുടെ ശരീരം വെന്തുകൊണ്ടിരിക്കുക. വിറകടുപ്പ് അങ്ങനെയില്ല. വിറകടുപ്പത്ത് കത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ചൂടാവും. കാരണം മൊത്തത്തിലൊരു ചൂടല്ലേ. ആ ചൂടുള്ള ശരീരത്തിന് അത്ര ഹാംഫുൾ അല്ല. ഇത് ഹാംഫുള്ളാണ്. ഞാൻ ചോദിച്ചത് മറ്റൊരു ആംഗിളിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കണ്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് ഭക്ഷണത്തോടൊരു വിരക്തി തോന്നാറുണ്ട്. അതുകൊണ്ടല്ല തോന്നാത്തത്. ഈ ചൂടിൻ്റെ അകത്ത് നിൽക്കുന്നതിന് ഡീഹൈഡ്രേഷൻ കൂടും. അതനുസരിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വയറ് നിറയും. അങ്ങനെ ഒഴിവാക്കുന്ന ഭക്ഷണം അല്ലാണ്ട് കഴിക്കാൻ മേലഞ്ഞിട്ടല്ല. കഴിക്കണ്ടഞ്ഞ് വിരക്തി കൊണ്ടൊന്നുമല്ല. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. വീട്ടിലെ വിറകടുപ്പാണോ? അല്ല, വീട്ടിലിപ്പോൾ എല്ലായിടത്തും ഡൊമസ്റ്റിക് സ്റ്റവ് അല്ല എല്ലായിടത്തും ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പൊതുവെ മലയാളികൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്, മലയാളികൾ പ്രത്യേകിച്ചും എല്ലാ സദ്യക്കും. ഇപ്പോൾ ഇൻഫാക്ട് അടുത്തിടയ്ക്ക് ഞാൻ പോയൊരു കല്യാണ സദ്യക്ക് 68 തൊടുകറികളുണ്ടായിരുന്നു. ഈ 68 ഒരു മനുഷ്യനും എത്ര വിചാരിച്ചാലും കഴിക്കാൻ പറ്റില്ല. ഈ വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കൂടുന്നില്ല, പ്രത്യേകിച്ച് നല്ലോണം വേസ്റ്റ്. സദ്യക്ക് നല്ലോണം വേസ്റ്റ്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ 2000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ 20,000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേസ്റ്റേജ് കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒരു ഓർഡർ അനുസരിച്ചിട്ട് ഒരു ഓഡിറ്റോറിയം നടത്തുന്ന ഒരാൾ വേസ്റ്റ് അവിടെ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ ഒരു ഓഡിറ്റോറിയംകാർ ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സാധാരണയ്ക്ക് പോകുമ്പം ഈ ഫാമുകാർക്ക് കൊടുക്കും. പന്നി ഫാമൊക്കെ ഉള്ളവർക്ക് കൊടുത്തിട്ട് പോരുള്ളൂ. വേസ്റ്റ് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 1000 പേർക്ക് ഓർഡർ ചെയ്ത ഒരാൾ ഗതികേടിന് വന്നെന്ന് വിചാരിക്കുക. അപ്പം നമുക്കിപ്പോൾ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് വെച്ചാൽ ആൾ വന്നാൽ നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ ആൾ എത്ര പേർക്ക് ഓർഡർ ചെയ്യുന്ന അവർക്കുള്ള ഫുഡ് നിർബന്ധമായിട്ടും വച്ചിരിക്കും. ഞാനത് ചോദിച്ചത് കുറച്ചുകൂടെ ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൻ പുറത്തൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സദ്യക്ക് വിളമ്പുമ്പോൾ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ശ്രമിക്കാൻ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ആൾക്കാരെ പറയും ഈ ഐറ്റം കുറവാണ്, മറ്റേ പുളിശ്ശേരി കുറവാണ്, എല്ലാവരും ഒരു തവി ഒഴിക്കുന്നതിന് അരത്തവി ഒഴിച്ചുകൂടാ. അത് ശരിയല്ല. ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ശീലങ്ങൾ ശരിയല്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സദ്യകളിൽ സാധാരണഗതിക്ക് ഏതെങ്കിലും പാചകക്കാരൻ വന്നാലും വീട്ടുകാരൻ വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും പൊതുവെ. പാചകം ചെയ്തിട്ട് പോവുകയായിരിക്കും. അപ്പോൾ ആ പാചകക്കാരന് മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അയാൾ സാധനം തന്നു, ഞാൻ വെച്ചു കൊടുത്തു. ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമല്ല. നമ്മളൊരു ഇലയ്ക്ക് റേറ്റ് പറഞ്ഞിട്ട് ഇത്ര ആൾക്കാർക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. വേസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അവിടെ. ഞാൻ പിന്നെ അടുത്തടുത്ത് ചോദിക്കും, നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? 1000 പേരാണ്. 1000 പേര് വരുമോ? അല്ലെങ്കിൽ 800 പേരേ ഉള്ളോ? 800 പേരാണെങ്കിൽ 10 ശതമാനം എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്താൽ പോരെ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തന്നെ ഓർഡർ എടുക്കുന്നത്. പരമാവധി എത്ര വിഭവങ്ങളാണ് ഒരു സദ്യയിൽ താങ്കൾ ചെയ്യാൻ, അല്ലെങ്കിൽ എത്ര വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? 250 വിഭവങ്ങൾ, 250 ഐറ്റംസ്, പായസങ്ങൾ ഉൾപ്പെടെ സദ്യ. മറ്റേ വള്ളസദ്യക്ക് അത്രയും. വള്ളസദ്യയിൽ 60 വിഭവങ്ങളുള്ളൂ. അത് 60 വിഭവങ്ങൾ വള്ളത്തെ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. 22 പേർക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു 10 ഐറ്റം കിട്ടുള്ളൂ. 10-12 ഐറ്റം കിട്ടുള്ളൂ. ശരിക്കും ട്രഡീഷണലി ഉള്ളൊരു സദ്യക്ക് എത്ര വിഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു നിയതമായ കണക്ക്? മുമ്പ് കേരളത്തിൽ ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ രംഗത്തുണ്ടായിരുന്നു 4 കറി എന്ന് നമ്മൾ പറയാറ്. 4 കറികൾ. അതിൻ്റെ അകത്ത് 4 കറി എന്ന് തന്നെ പറയാം. ആ 4 കറിക്കകത്ത് വരുന്ന ഒരു പുളിശ്ശേരി വരും. എരിശ്ശേരി എന്ന് പറയാം. എരിച്ച കറി എന്നാണ് പറയാം. അതിൻ്റെ ഷോർട്ട് ഫോമാണ് എരിശ്ശേരി. അത് വരും. പിന്നെ ഒരു ഓലം വരും. പിന്നെ 1000 കറിക്ക് സമം എന്ന് പറയുന്ന ഒരു ഇഞ്ചിത്തേരുണ്ടാവും. ഒരു മെഴുക്കുവരട്ട്, ഒരു ഉപ്പിലിട്ട്, ഒരു പായസം. 6 ഐറ്റം ഉള്ളൂ. പക്ഷെ 4 കറി നമ്മൾ പറയാം. അതാണ് ഒരു ഊണിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഉണ്ടായിരുന്നത്. സാമ്പാർ ഉണ്ടായിരുന്നില്ല? ഇല്ല, സാമ്പാറില്ല. സാമ്പാർ ഞാൻ പറയില്ല. അതാ പറയാം, ഇഞ്ചിത്തേരാണ് ഞാൻ പറയാം. 1000 കറിക്ക് സമാനം. അല്ല, ഇഞ്ചി കട്ട് ചെയ്തിട്ട് തൈരിൻ്റെ അകത്തിട്ട് കൊടുക്കുന്നത്. ഒന്നുമില്ല, വെറുതെ കട്ട് ചെയ്തിട്ടുള്ളൂ. കരിവേപ്പിലയും ഇഞ്ചിയും പച്ചവെള്ളം കൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തൈര് മിക്സ് ചെയ്ത് ലേശം ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട്
പിന്നെ എന്നാണ് ഇപ്പൊ ഇത്രയും ഒരു വലിയ ഒരു ക്യാൻവാസ് പോലെ വലുതായത് എന്നാണ്? ഇതിൻ്റെ ഈ ആറെണ്ണത്തിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ് നടന്നിരിക്കുന്നത് മുഴുവനും. ഈ പറഞ്ഞ എരിശ്ശേരി എന്നുള്ള സാധനം പെട്ടെന്ന് മാറി അതിൻ്റെ അകത്ത് കൂട്ടുകറി വന്നു, കൂട്ടുകറി മാറി മസാലക്കറി വന്നു, അപ്പോൾ ഒരായിട്ട് തന്നെ പെട്ടെന്ന് 4 ഐറ്റം മാറിക്കഴിഞ്ഞു. അങ്ങനെ ഓരോന്നും ഓലിൻ്റെ അകത്ത് തന്നെ ഓലം വന്നു, ഓലിൻ്റെ അകത്ത് സ്റ്റ്യൂ വന്നു, അതിൻ്റെ അകത്ത് കുമ്പളങ്ങ പച്ചടി വന്നു, അപ്പോൾ അതിന് 3 ഐറ്റം. അപ്പോൾ ഈ 6 ഐറ്റത്തിൻ്റെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 250 കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സംശയമാണ്, നമുക്ക് ഈ കറിയുടെ പേരുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ പേരുകൾ ഓർമ്മ ഞാൻ ആ പ്രിൻ്റ് എടുത്ത് കൊടുത്തു. ഞാൻ സോറി, ഞാൻ കൊണ്ടുവരാൻ വരുന്നുണ്ട്, ഞാൻ മറന്നുപോയത്. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഒരു ആഠ്യത്വം കാണിക്കുന്ന മുഴുവൻ ഇപ്പോൾ സദ്യനാണ്. അതായത് ഡ്രസ്സ് എടുക്കുമ്പോഴും ആഭരണം എടുക്കുന്നതിൻ്റെ അതിൻ്റെ അതിനേക്കാൾ ജാട ഭക്ഷണത്തിലും വേണമെന്ന് ധാരണയുള്ള ഒരു മലയാളി സമൂഹം നമ്മുടെ ഇടയ്ക്ക് ഉണ്ടെന്നുള്ള സത്യം കേട്ടോ. ഞാനെന്നെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ പൊങ്ങച്ച മുഴുവൻ പൊങ്ങച്ച. പക്ഷേ പാചകക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബിസിനസ് മൈൻഡ് കാണുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാനും കൂടി ബാധ്യതയും കൂടെയാണ്. അല്ല, അപ്പോൾ ഈ പേരുകളുടെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട്. പേരുകളൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പച്ചടി നല്ലൊരു ഐറ്റം എടുത്ത് ഒരു 20 ഐറ്റം പച്ചടി വയ്ക്കും. കിച്ചടി ഒരു 20 ഐറ്റം കിച്ചടി വയ്ക്കും. അച്ചാറുകളിലേക്ക് എത്തുമ്പോൾ ഒരു 40 ഐറ്റം അച്ചാറുകൾ വയ്ക്കും. 40 ഐറ്റം എടുക്കാം അതിൻ്റെ. അതായത് എല്ലാ സാധനവും കൊണ്ട് അച്ചാറാണ്. നിങ്ങൾക്ക് ഭൂമിയിൽ എന്തൊക്കെ കിട്ടും അതെല്ലാം കൊണ്ട് അച്ചാറാണ്. പിന്നെ ഇപ്പോൾ അച്ചാറുകൾക്ക് കൊടുക്കാൻ മടിയില്ല. അല്ല, ശാസ്ത്രീയമായ പ്രശ്നത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ അവർ ബോധേഡല്ലെന്ന്. അവർക്ക് ഇലയിൽ ഇത്തിരി ഐറ്റം കാണാം, എന്നിട്ട് ഇല വയ്ക്കാൻ സ്ഥലമുണ്ട്. അത് ഇവിടുന്ന് ഞാൻ എൻ്റെ സാറിൻ്റെ അത്ര ദൂരം വലിയ ഇലയില്ല, നമ്മൾ ഈ അത്ര വലിയ ഇലകൾ അറ്റം മാത്രം വെട്ടി കളഞ്ഞിട്ട് അത് വെച്ചിട്ട് അത്രയും നിരത്തി വിളമ്പുക. ഒരു 100 പേര്, ആകെ 100 പേർക്ക് കൊടുത്തുള്ളൂ. 100 പേർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി 100 പേരെ നിർത്തി ഇത്ര ഐറ്റം വിളമ്പാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും നമ്പർ ഓഫ് ആളുകൾക്ക് വിളമ്പിയത് എവിടെയാണ് ഏറ്റവും കൂടുതൽ? അത് ഡോക്ടർ പത്മശ്രീ രവിപിള്ളയുടെ മകളുടെ വിവാഹമായിരുന്നു. കൊല്ലത്ത് ആശ്രാമം ഗ്രൗണ്ടിൽ വെച്ച് നടന്നായിരുന്നു. വിവാഹത്തിന് ഏറ്റവും കൂടുതൽ കൊടുത്ത അദ്ദേഹത്തിനായിരുന്നു. 30,000 പേർക്കായിരുന്നു. ഒരു തവണ 30,000. അല്ല, അത് ആശ്രാമം ഗ്രൗണ്ടിൽ അന്ന് ഭയങ്കര വിവാദമായ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ. ആ ഗ്രൗണ്ട് 1 മാസക്കാലത്തേക്ക് വാടകയ്ക്ക് എടുത്ത് ബാഹുബലിയുടെ സെറ്റ് ഇട്ടിട്ട് ആണ് ചെയ്തത്. അതിൻ്റെ അകത്ത് 8 ഡൈനിങ് ഹാളാണ്. 8 ഡൈനിങ് ഹാൾ. ഓരോ ഡൈനിങ് ഹാളിലും 1000 പേർക്കിരിക്കുക. അതായത് ഇതിന് ചുറ്റിനും മെയിൻ ഓഡിറ്റോറിയത്തിന് ചുറ്റും 8 പേർക്കിരിക്കുക, 1000 പേർക്ക് വെച്ചിരിക്കാവുന്ന 8 ഡൈനിങ് ഹാൾ അറേഞ്ച് ചെയ്തു. അത്തരം ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മളവിടെ അത് കൊടുത്തത്. 30,000 പേർക്ക് കൊടുത്ത് 5 ട്രിപ്പ് കൊണ്ട് കൊടുത്ത് തീർത്തു. ഈ ഭക്ഷണം കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ഒരു ഫിലോസഫി എന്താണ്? ഭക്ഷണം അന്നദാനമാണ്. അപ്പോൾ കിട്ടുന്ന ആളുടെ മനസ്സ് നിറയണമെന്നാണോ, വയറ് നിറയണമെന്നാണോ, പരമാവധി പേർക്ക് വയറ് നിറയണമെന്നാണോ, എന്താണ്? അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരാളെ ഞാൻ മുമ്പ് പറഞ്ഞ ഇത് തന്നെയാണ് എൻ്റെ ബാക്കി. അതായത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു സംഭവം. ഒരാൾ കഴിച്ചിട്ട് വളരെ സംതൃപ്തിയോടുകൂടി നമുക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു നന്ദി പറഞ്ഞു പോകുന്നൊരു ഭാഗമുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്. അത് വല്ലാത്ത നമുക്ക് ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സംതൃപ്തിയിലാണ് നമ്മൾ വില കാണുന്നത്. ബാക്കിയൊന്നും ശാശ്വതമല്ല. അത് എല്ലാ കാലത്തും നിൽക്കും. 2 രീതിക്കും. ഒന്നവരുടെ ആ ഒരു സംതൃപ്തി എന്നും അയാളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാകും. പിന്നെ ഓറലായിട്ട് അയാൾ മറ്റുള്ള ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അയാളൊന്ന് സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ. ഇത് രണ്ടും വന്നിട്ട് പൈസ വരുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം, ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നാണ്. ഒരുപാട് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ബോധമില്ല പൈസയെക്കുറിച്ചിട്ട്. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ഫീലിങ് അത് നമ്മൾ എത്ര കോടി കൊടുത്താലും കിട്ടിയല്ല സാറേ, കിട്ടില്ല. പരാതി പറയുന്നവരില്ലേ മലയാളികൾ? ഉണ്ട്, പരാതി പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുക ഏതിനാണ് പരാതി, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ചിലപ്പോൾ പറയും ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ അവർ ഒരുമാതിരി വരുന്ന ആൾക്കാർക്ക് കൊണ്ട് സർവീസ് ശരിയായില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു, കിട്ടിയാലും അറ്റം മുറിഞ്ഞിരുന്ന് ചുമ്മാ അവരുടെ കാര്യം പറഞ്ഞ കാര്യങ്ങളാണ്. അത് പറഞ്ഞു കൊടുക്കുക. അത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവസാനം ഒരു ഡയലോഗ് ഉണ്ടാവും. എല്ലാവരും നല്ലത് പറയുന്നവരുണ്ട് ധാരാളം. മലയാളികളിൽ അധികം ഏതാണ്? നല്ലത് പറയുന്നവരാണോ ചീത്ത പറയുന്നവരാണോ? നല്ലത് പറയുന്നവരാണ് ഞാൻ കണ്ടിരിക്കുന്നത്.